ഹായ് ഓൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചിക്കൻ മന്തിയാണ്. അപ്പോൾ ചിക്കൻ മന്തി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടി ഞാൻ ഇവിടെ ചിക്കൻ എടുത്ത് ഞാൻ 2 കിലോ ചിക്കൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ തന്നെ ഒരു പാത്രത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ അടുത്തടുത്തായി ഇങ്ങനെ വെച്ച് കൊടുത്ത് അതിലേക്ക് 2 മാഗി ക്യൂബും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ക്യാപ്സിക്കമാണ്. ചെറുതായി അരിയാൻ നോക്കണം. ചെറുതായിരുന്നു കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം നല്ലപോലെ ചെറുതായി തന്നെ അരിയാൻ നോക്കണേ. എല്ലാം കൂടി ഇട്ടതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് കുരുമുളകാണ്, ഇടി കുരുമുളകാണ്, അതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഡ്രൈ ലെമണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കാം, ചെറിയ ജീരകമാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്, അതും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മീറ്റ് മസാലയും മന്തി മസാലയും എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ എരിവിന് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് റെഡ് ഫുഡ് കളറാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കുറച്ച് ഓയിലും കൂടി ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഓയിലും ചേർത്ത് നല്ലപോലെ കൈവച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല, ഇതിലേക്ക് നോക്കി ഉപ്പ് ചേർത്താൽ മതി. മാഗി ക്യൂബ് ഇട്ടത് കൊണ്ട് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്, കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നല്ലപോലെ തന്നെ വേവിച്ചെടുക്കാം ചിക്കന്. അപ്പം ഞാൻ ഇവിടെ 1 കിലോ ബാസ്മതി സെല്ല റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളം നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. ഇനി തെളിച്ച വെള്ളത്തേക്ക് നല്ലപോലെ തന്നെ റൈസ് വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ തിരിച്ചും മറിച്ചിട്ട് നല്ലപോലെ തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ റൈസ് വേവിക്കാൻ വേണ്ട വെള്ളത്തിൽ കുറച്ച് കുരുമുളക്, കുറച്ച് മസാലക്കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ പുതിനയിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഡ്രൈ ലെമണും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു മാഗി ക്യൂബും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലപോലെ തന്നെ തിളച്ച് വരണം. അപ്പോൾ വെള്ളം നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് റൈസ് ഇട്ട് കൊടുത്ത് നല്ലപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ട്. അതിൽ നിന്ന് നേരത്തെ വെച്ച് കുറച്ച് ഓയിൽ മാറ്റി വെക്കണം. അപ്പോൾ റൈസെല്ലാം നല്ലപോലെ വെന്ത് ഊറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അധികം വേവാൻ പാടില്ല, ദമ്മിടാനുള്ളതാണ്. അപ്പോൾ ചിക്കൻ്റെ മുകളിലേക്ക് കുറച്ച് റൈസ് ആദ്യം ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതിന് മുകളിൽ കുറച്ച് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. റെഡ് ഫുഡ് കളറും യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ബാക്കിയുള്ള റൈസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നേരത്തെ വെച്ച ഓയിലും ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ചാനൽ ആദ്യമായി കാണുമ്പോൾ സബ്സ്ക്രൈബ് സപ്പോർട്ടാക്കണേ. ഇനി കുറച്ച് 2, 3, 4 പച്ചമുളക് ഇതുപോലെ തന്നെ കുത്തി കൊടുക്കാം. നിർബന്ധമില്ല, ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്റ്റീൽ ബൗളിലേക്ക് കുറച്ച് ചാർക്കോൾ ഇതുപോലെ തന്നെ ചൂടാക്കി കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അടിച്ചിപ്പ് മൂടി വെക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ സൂപ്പർ ടേസ്റ്റ് അടിപൊളി മന്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കണേ. അതേപോലെ തന്നെ ചാനൽ ആദ്യമായി കാണാൻ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യും. അടുത്തൊരു വീഡിയോ ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ, താങ്ക് യു.